വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന പെൺകുട്ടിയെ വീട്ടുജോലിക്കാരി പുറത്തേക്ക് തള്ളിയിടുന്നു. എന്തെങ്കിലും ഒന്ന് മറുത്ത് അവരോട് സംസാരിക്കാനുള്ള സമയം പെൺകുട്ടിക്ക് കിട്ടിയിരുന്നില്ല. അന്നേരത്തേക്ക് ഒരു നായയെ കണ്ട് അവൾ ഭയക്കുന്നു. നായ അവളെ വീട്ടിനുള്ളിലേക്ക് കടക്കാതെ തടഞ്ഞവിടെ നിർത്തുന്നു. ഈ സമയം പെൺകുട്ടിയുടെ കണ്ണു കാണാൻ കഴിയാത്ത പ്രസ്തുത വരനും അസിസ്റ്റന്റും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു. അസിസ്റ്റന്റ് ഒന്ന് കൈ കാണിച്ചതും പട്ടി അവിടെ നിന്ന് പോകുന്നു. പ്രസ്തുത വരൻ കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ നടക്കാനായി ഉപയോഗിക്കുന്ന സ്റ്റിക്ക് കൊണ്ട് അവളുടെ മുടി ഒന്ന് മാറ്റുന്നു. അയാൾക്ക് പെൺകുട്ടിയെ തീരെ ഇഷ്ടമായില്ലെന്നും അതുകൊണ്ട് പെൺകുട്ടി തന്നെ മുൻകൂട്ടി ഈ എൻഗേജ്മെന്റ് നിർത്തണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു. പെൺകുട്ടിയോട് മനഃപൂർവ്വമാണ് അയാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് മനസ്സിലാക്കി അവളാവട്ടെ അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങുന്നു. യുവാവ് വളരെയധികം വൃത്തിബോധമുള്ളവനായിരുന്നു. തന്റെ ശരീരം മുഴുവൻ നായയുടെ തുപ്പലും അതുപോലെ തന്നെ രോമവുമാണെന്ന് പറഞ്ഞ് അയാളെ കെട്ടിപ്പിടിക്കുന്നു. കുറച്ച് വൃത്തി കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ സിഇഒയ്ക്ക് വല്ലാത്ത അറപ്പ് തോന്നുന്നുണ്ട്. പെൺകുട്ടിയെ പിടിച്ചു മാറ്റണമെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ പെൺകുട്ടിയെ തൊടാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു. നിസ്സഹായനായ അയാളാവട്ടെ അസിസ്റ്റന്റിനോട് തന്നെ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതിനോടകം തന്നെ പെൺകുട്ടി അയാളെ മുറുകെ പിടിച്ച് രണ്ട് കാലുകളും കൊണ്ടും അയാളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് അസിസ്റ്റന്റ് നിസ്സഹായനാവുന്നുണ്ട്. പെൺകുട്ടി ഈ സമയത്ത് പറയുന്നുണ്ട് തന്നോട് ചെയ്തതിനുള്ള പ്രതികാരമാണ് ഇതെന്ന്. ഈ രംഗം കണ്ടുകൊണ്ടാണ് യുവാവിന്റെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മുത്തശ്ശൻ കണ്ടു എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി അവിടെ അയാളുടെ ദേഹത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ചാടി താഴേക്ക് ഇറങ്ങുന്നു. അവർക്ക് തമ്മിൽ വളരെ സ്നേഹവും അടുപ്പവും ഉണ്ടെന്ന് മുത്തശ്ശൻ തെറ്റിദ്ധരിക്കുന്നു. ഈ സമയത്ത് അവരോട് പെട്ടെന്ന് തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണമെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. വിവാഹം രജിസ്റ്റർ ചെയ്യാനായി അവർ ഇരുവരും കൂടി വിവാഹ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. ഈ സമയം കണ്ണു കാണാൻ കഴിയാത്ത സിഇഒ ആവട്ടെ തന്റെ അസിസ്റ്റന്റ് ആണെന്ന് കരുതി പെൺകുട്ടിയെ കുറിച്ചുള്ള കുറ്റങ്ങൾ പെൺകുട്ടിയോട് തന്നെ പറയുന്നു. പെൺകുട്ടിയാണ് അയാളുടെ മുൻപിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അസിസ്റ്റന്റ് അയാളെ വിളിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ പെൺകുട്ടി അയാളുടെ പ്രവൃത്തി തടയുന്നു. പക്ഷേ സിഇഒ ആവട്ടെ വീണ്ടും അവളെ കുറിച്ച് മോശമായുള്ള കാര്യങ്ങൾ പറഞ്ഞ് കേറി വരുന്ന കണ്ടിട്ട് സഹിക്കവയ്യാതെ അസിസ്റ്റന്റ് ആവട്ടെ അവനെ തട്ടുന്നുണ്ട്. ദേഷ്യത്തോടെ സിഇഒ ആവട്ടെ ആ കൈകൾ തട്ടി മാറ്റുന്നുണ്ട്. അന്നേരമാണ് അസിസ്റ്റന്റ് പറയുന്നത് അയാളുടെ പ്രസ്തുത വധു ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്ന്. പക്ഷേ യുവാവ് വിചാരിച്ചത് ഇപ്പോഴാണ് പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നതെന്ന്. പെൺകുട്ടി ഈ സമയത്ത് പറയുന്നുണ്ട് അയാൾ പറഞ്ഞതൊക്കെ അവൾ കേട്ടുവെന്നും അതുകൂടാതെ തന്നെ ഇത്രയും മുൻചുണ്ടിയുള്ള ഒരാളെ ഒരു പെൺകുട്ടിയും പൈസയ്ക്ക് വേണ്ടി പോലും കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് അയാളാവട്ടെ പെൺകുട്ടിയുമായി വലിയൊരു വഴക്കിനൊരുങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അസിസ്റ്റന്റ് അയാളെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തുന്നുണ്ട്. പക്ഷേ അവരിരുവരും കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റും കൈപ്പറ്റുന്നു.